ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റുഡിയോയ്ക്ക് പോവാണ്. സ്റ്റുഡിയോയില് അണ്ടർ 499 സെയിൽ നടക്കുന്നുണ്ടെന്ന് കേട്ടു. മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കുറേ റീൽസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചു. നമ്മുടെ പട്ടാമ്പിയുള്ള സ്റ്റുഡിയോയിലാണ് പോകുന്നത്. കളക്ഷൻസ് ഒക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല, എന്തായാലും ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനും മണിക്കുട്ടിയും കൂടെയാണ് സ്റ്റുഡിയോയ്ക്ക് പോന്നിട്ടുള്ളത്. ഞങ്ങൾ സ്കൂട്ടിയിൽ പോവുകയാണ്. അപ്പോൾ നല്ല ഒരു മഴ വരുന്ന പോലെയൊക്കെ ഉണ്ട്, പെയ്യൊന്നും അറിയില്ല. എന്നാലും ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റേ ഉള്ളൂ ശരിക്കും സ്റ്റുഡിയോയ്ക്ക്. പിന്നെ റോഡിൻ്റെ അവസ്ഥ വളരെ ദയനീയകരമാണ് കേട്ടോ. പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സൺഡേ ആവുകൊണ്ട് വലിയ തിരക്കില്ല. വർക്കിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ കൂടെ ഒന്ന് വരണമെങ്കിൽ. അപ്പം ഞങ്ങളിതാ സ്റ്റുഡിയോയിലെത്തി. ഭയങ്കര പ്രതീക്ഷയോട് കൂടിയാണ് കേട്ടോ ഞാൻ പോണത്. പിന്നെ അതാ ഇങ്ങനെ 299, 499 അങ്ങനെയാണ് വരുന്നത്. അണ്ടർ 499 ആണ്. ഈ കുർത്തീസൊക്കെ 299 ആണ് കേട്ടോ വരുന്നത്. ഈ കുർത്തീസൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നോർമൽ ഡെയിലി വെയറിലേക്കൊക്കെ നോക്കാൻ പറ്റുന്ന നല്ല കുർത്തീസൊക്കെ ഉണ്ട് കേട്ടോ. ഡെയിലി ഓഫീസൊക്കെ പോകുമ്പോൾ, കോളേജൊക്കെ പോകുമ്പോൾ പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതാ എനിക്ക് ഈ ഒരു ഗ്രീൻ കളർ ഇതൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 499 എന്തോ ആണ് 499 ആണ് റേറ്റ് വരുന്നത്. കുഴപ്പമില്ല, എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. പിന്നെ ഈ ഒരു സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കോഡ് സെറ്റ് വൈബിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ടു. രണ്ടും സെപ്പറേറ്റ് ആണ് റേറ്റ്. രണ്ടിനും 299 ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങാനും ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതങ്ങനെ ഓരോ ക്രോപ്പ് ടോപ്സ്, അങ്ങനെ ഡ്രസ്സസ്, പിന്നെ കുർത്ത ടോപ്സ്, ലോങ് കുർത്ത ടോപ്സ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. എന്താ പറയുക, കളക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പറയാൻ മാത്രം ഒന്നുമില്ല. പക്ഷേ എന്തൊക്കെയോ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഈ യെല്ലോ ടോപ്പ് നന്നായിട്ടുണ്ട്. പക്ഷെ എനിക്കെന്തോ ഭയങ്കര ഷോർട്ടായിട്ട് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. പിന്നെ സ്റ്റുഡിയോയിൽ എനിക്ക് ഒരു ഫോൾട്ട് ഫീൽ ചെയ്യുന്നത്, എനിക്കെൻ്റെ ഒരു ഇതെനിക്ക് പറ്റാത്തത് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, ഭയങ്കര വൈഡ് നെക്ക് ആയിരിക്കും. എനിക്ക് വൈഡ് നെക്ക് എപ്പോഴും സ്യൂട്ടാവാറില്ല. അങ്ങനത്തെയാണ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. പിന്നെ ആക്സസറീസ്, ക്രയോൺസ്, ലിപ് ക്രയോൺസ്, ആക്സസറീസ്, ലിപ് ടിൻറ്റ്, ലിപ് ബാംസ്, പിന്നെ അതേപോലെ ലിപ്സ്റ്റിക്സ്, പിന്നെ ചപ്പൽസൊക്കെ അധികം കളക്ഷനൊന്നും ഇല്ല കേട്ടോ. ചുമ്മാ കുറേ എടുത്തിട്ട് സെയിലിടുക, അത്രേ ഉള്ളൂ. അതിന് കാര്യമായിട്ട് ഒരു കളക്ഷനായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. തിരക്കുണ്ടോ വെച്ചാൽ സൺഡേ ആയതുകൊണ്ടായിരിക്കാം മേ ബി തിരക്ക്. സാധനം വാങ്ങിക്കാനേക്കാളും തിരക്ക് ഈ ബില്ല് ചെയ്യാനാണ് കേട്ടോ. കുറേ ക്യൂ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ തൊട്ടപ്പുറത്ത് ചിക്കൻ ഉണ്ട്. ഇവിടെ കയറിയ നേരം അവിടെ പോയിട്ട് നല്ല ചിക്കൻ പീസ് കഴിച്ചാൽ മതി എന്ന് അപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഗ്ലാസസൊക്കെ സെയിലിലാണ് കിടക്കുന്നത്. അതൊന്നും പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ബില്ല് ചെയ്തിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ അവിടെ ഒരു നല്ലൊരു ചായക്കടയാണ്. ഇവിടെ നല്ല നല്ല പൊരിപ്പ് ഐറ്റംസ് കിട്ടും. ഇവിടുത്തെ ഒരു ചിക്കൻ്റെ എന്താ പറയുക ഇതുണ്ട്, എന്താ പറയുക, ചിക്കൻ പൊക്കവട ഉണ്ട്. നല്ല ടേസ്റ്റാണ്. പക്ഷെ വാങ്ങിയില്ല, നല്ല ടേസ്റ്റാണ്. അറിഞ്ഞുള്ളത് എന്നാലും സമാധാനിക്കല്ലോ. ഞങ്ങളിതാ നല്ല 2 ചായയും പിന്നെ അതേപോലെ തന്നെ കായബജിയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പോവാൻ വിചാരിച്ചു കേട്ടോ. ചായയും കായബജിയും കായബജി നല്ല. ഇവിടുത്തെ എല്ലാ ഐറ്റംസും കടി ഐറ്റംസ് 2 വാക്ക് പറയും മണിക്കുട്ടി ഇപ്പോൾ സ്റ്റുഡിയോനെ വെച്ചിട്ട്. എന്ത് പൊന്നു ഗൈസ്, വെറുതെ വന്നു, ഒന്നുമില്ല അല്ലേ? ഇഷ്ടപ്പെട്ടോ? ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്തൊക്കെയോ ഒരു കച്ചറ സാധനങ്ങളൊക്കെ സെയിലിൽ വെച്ചിട്ടുണ്ട് എന്നല്ലാതെ കാര്യമായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ അവർ നല്ല സാധനങ്ങളൊന്നും സെയിലിൽ വെക്കില്ലല്ലോ അല്ലേ? കുഴപ്പമില്ല. ഞാനൊരു ഡ്രസ്സ് എടുത്തു. പിന്നെ അതൊക്കെ വലിയ കുഴപ്പം തോന്നിയില്ല. അതൊക്കെ ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല കേട്ടോ. നല്ലൊരു കോഡ് സെറ്റ് പോലെ യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് വീഡിയോ. വെറുതെ വന്നു, വെറുതെ പെട്രോൾ കളഞ്ഞു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു 600 രൂപയും പോയി, പെട്രോളും പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.